പൊന്നെ പോണ്ടേ. ഹലോ, അപ്പോൾ പ്രീവിയസ് വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, പോണ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അവസാനം വരെ കാണാം. അപ്പോൾ നമ്മുടെ മൂന്നുപേരെയും ലഗേജ് കാര്യങ്ങളെല്ലാം അച്ഛൻ കാറിലോട്ട് ആക്കുവാണ്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ മാമനാണ് നമ്മളെ കൊണ്ടാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നമ്മളെ ലാസ്റ്റത്തെ അങ്ങനെയല്ല, ഇനി എന്തായാലും അടുത്തൊന്നും തിരിച്ചു വരില്ലല്ലോ. അപ്പോഴാ നമ്മുടെ പ്രധാനപ്പെട്ട കക്ഷി ഉറക്കമാണ്. നല്ല ഉറക്കമായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് രാവിലെ ഉറക്കമാണ്. ഇപ്പം എണീക്കേണ്ട സമയം ആയില്ല. പിന്നെ കല്ലുവിനെ കാണാതെ പോണ ശരിയല്ലല്ലോ. അങ്ങനെ കല്ലുവിനെയും കൊണ്ടുവന്നു. നമ്മളെല്ലാവരും കൂടെയൊക്കെ കല്ലുവിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞു. പക്ഷെ ആൾക്ക് അത്ര മൈൻഡില്ല. കാരണം ആളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. അവൾ അപ്പോഴേ കൂട്ടിൽ കയറിപ്പോയി കിടന്നുറങ്ങും. നമ്മളപ്പോഴും തന്നെ നമ്മളെവിടെ നിന്ന് ഇറങ്ങി കല്ലമ്പലത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത്. 12:15 ഫ്ലൈറ്റ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് 7:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും വിചാരിക്കും 7:30 എന്തിനാണ് ഇറങ്ങുന്നത് ട്രിവാൻഡ്രത്ത് പോകാൻ. വേറെ ഒന്നും കൊണ്ടല്ല, മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിയാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ആ സമയമെല്ലാം വീട്ടിൽ ഇരുന്ന് ഫുഡൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഫ്ലൈറ്റിൻ്റെ പാട്ടിന് അങ്ങ് പോകും. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയാൽ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ കയറി മോൾക്ക് ഫുഡും കൊടുത്തിട്ട് കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ഏറെക്കുറെ അങ്ങ് എത്തിച്ചേരാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. പോരാത്തതിന് റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം നല്ല ട്രാഫിക് ആയിരിക്കും. ഇപ്പം അത് നമ്മൾ ശംഖുമുഖത്തൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എത്താറായി, ഏകദേശം എത്താറായതാ തിരുവനന്തപുരം എയർപോർട്ട് എത്തി. അപ്പം നമ്മളത് അതിൻ്റെ അകത്തോടൊക്കെ കയറിയത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ കാണിക്കും. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോണത്. വന്ന് ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും അന്നും അത്ര ആസ്വദിച്ചൊന്നും കാണാനായിട്ട് പറ്റിയില്ല. കാരണം മോള് നല്ല ചെറുതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ ആക്കി അമ്മ നല്ല കരച്ചില്ല. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് പോസ് ഇടുന്നു ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ. പക്ഷേ അമ്മയ്ക്കും അച്ഛനും നല്ല സങ്കടമുണ്ട്. അപ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്തിരിക്കുമ്പോഴാ അതേ നിൽക്കുന്നു വിനയ മാം. അപ്പം മാമിനെയൊക്കെ കണ്ടു. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലഗേജിനൊക്കെ ഓവറായിട്ട് വെയിറ്റ് ഉണ്ടോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ അതെല്ലാം ആക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ 12:15 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളതാ അവിടെ നിന്നും ഇറങ്ങിയിട്ട് ലോ ഫ്ലോർ ബസ്സിൽ കയറിയിട്ട് അവിടെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിങ്ങനെ നിർത്തും. ഹായ്, എന്ത് രസമല്ലേ. എയർപോർട്ടിൽ നിന്ന് വെച്ചിട്ട് മോൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കയറിയത്. കാരണം ഇത് ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മോള് നല്ല കുഞ്ഞിതായിരുന്നു. അപ്പോൾ പിന്നെ ടേക്ക് ഓഫ് ചെയ്യണ ടൈമിൽ ഫീഡ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഫീഡ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ആൾക്കൊരു പേടിയില്ല. അതാണ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ആശ്വാസമായി. കുറച്ച് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മോൾക്ക് നല്ല ഉറക്കം വന്നു. മാമൻ അവിടെ ഇരുന്നത് ആ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. മോൾ ഉറങ്ങി കേട്ടോ. മോള് സൈഡിൽ കിടന്ന് ഉറങ്ങി. ഞാൻ പിന്നെ മോളെ എടുത്ത് മടിയിൽ കിടത്തി കേട്ടോ. അപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം ഇതാ ബോംബെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ മുംബൈയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. എന്തിനാണ് അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടന് കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി മുംബൈയിലോട്ട്. അപ്പം നമ്മൾ ചേട്ടൻ്റെ അടുത്തോട്ട് വന്നേക്കുവാണ്. ഞാനും അനിയനും മോന് അനിയനും ഇവിടെ ഒരു ജോബ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവനും അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ 3 പേരും കൂടി ഇതാ മുംബൈയിൽ കാല് കുത്തിയിരിക്കുകയാണ്. മലയാളികളുണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു ഓഫീസറിൻ്റെ ഫോണിലൊരു കോള് വരുന്നു. റിംഗ് ടൂൺ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അത് കേട്ടപ്പോൾ സന്തോഷമായി. നമ്മൾ കണ്ടുമുട്ടുന്നത് എല്ലാം മലയാളികൾ. പിന്നെ നമ്മളുടെ ലഗേജൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നു. ലഗേജ് വന്നു, ട്രോളിയിൽ വെച്ചു. നമ്മൾതാ ഒന്ന് റൗണ്ട് അടിച്ചു നോക്കിയതിന് ശേഷം പുറത്തോട്ട് എക്സിറ്റ് നോക്കി ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ എക്സിറ്റ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാ അതാ നിൽക്കുന്നു നമ്മളെ വെയിറ്റ് ചെയ്ത. അപ്പോഴേ ചേട്ടൻ്റെ കണ്ട ഉടനെ അച്ഛാന്നും പറഞ്ഞിട്ട് മോള് ചേട്ടൻ്റെ കൈയും പിടിച്ചിങ്ങനെ പോയി. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് നാളായല്ലോ മോളും അച്ഛനെ നേരിട്ട് കണ്ടിട്ട്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററിലും ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോഴത്തേക്ക് അങ്ങ് വരെ എത്തണ്ടേ. അപ്പം പിന്നെ ചേട്ടൻ ഊബറൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ ആ ടാക്സി കാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനൊരു കാര്യം കേൾപ്പിച്ച് തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എൻ്റെ മുന്നേ ഇത് കേട്ടിട്ട് എനിക്ക് തലവേദന എടുത്തു പോയിട്ടാ.
അത്രയ്ക്ക് സൗണ്ടും ബഹളവും റഷും. കാരണം എല്ലാവരും അവരുടെ ടാക്സി കാറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അങ്ങ് ഗുദാമിൽ അങ്ങോട്ട് പോയി കിടക്കുന്നു. ഒരു വിധത്തിൽ വിളിച്ചിട്ട് വരത്തൂല്ല. കാരണം ഇത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ആണ് അവിടെ ഫുള്ള്. അപ്പം എന്തായാലും ആ ടാക്സിക്കാരന് ഇങ്ങ് വരണ്ടേ. പിന്നെ ഒരു 1/2-3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ടാക്സിക്കാർ വന്നു. നമ്മൾ എന്നിട്ട് ഇതാ നമ്മുടെ ഈ താമസ സ്ഥലത്തോട്ട് ഇങ്ങനെ പൊക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. ചെറുതായിട്ടൊക്കെ വിശക്കുന്നു തുടങ്ങി. പിന്നെ നമ്മളെ കയ്യിൽ കുറേ കിൻഡർ ജോയ് ഉണ്ടായിരുന്നു സന്ധ്യ ചേച്ചി കൊണ്ടുവരുന്നത്. അതൊക്കെ ഓരോന്ന് കഴിച്ച് തൽക്കാലത്തേക്ക് വിശപ്പൊന്ന് അടക്കി. കാരണം ഇടയ്ക്കൊന്നും സ്റ്റോപ്പില്ലല്ലോ. ഇനി നമ്മളെ സ്പോട്ടിലല്ലേ കൊണ്ട് ഇറക്കുള്ളൂ. അപ്പോൾ അതാ ചേട്ടൻ അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. നമ്മൾ ബാക്കിൽ ഇരുന്ന് ഓരോ കിൻഡർ ജോയ് ഒക്കെ തിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷായി. നല്ല റഷുള്ള ലൈഫായിരിക്കും ഇനി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പം ഏകദേശം നമ്മൾ എത്താറായി കേട്ടോ. സ്പോട്ടിൽ ഏകദേശം എത്താറായി. ഇനി ഒരു 10 കിലോമീറ്റർ എന്തോ ഉണ്ട് കാണിക്കുന്നു. കാര്യം ഇവിടെ കണ്ടപ്പോൾ തോന്നി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും എല്ലാ ഫ്ലാറ്റിനും ഒരേ സെയിം പെയിന്റ് ആണ്, ഒരേ കളറാണ് കേട്ടോ. കാണുമ്പോൾ ഒരു വൃത്തിയില്ലായ്മ പോലെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അത് വെറും തോന്നലാണ്. അപ്പം നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ചെന്നൊന്ന് കയറുക, റിഫ്രഷ് ചെയ്യുക, ഫുഡ് കഴിക്കുക. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോഴത്തെ വീഡിയോ കാണാം.